ഇത് മാസ് മോട്ടോഴ്സാണ്. ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്കത് പറഞ്ഞത് ജനറലായിട്ട് സർവീസ് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഒരു ഒരച്ചിൽ വണ്ടിയൊന്നും മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഒരച്ചിൽ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. മിറർ സൈഡ് ചെരിവായി പോയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യണം. സ്പീഡോമീറ്റർ ചെക്കപ്പ്, ഫ്ലോർ മാറ്റ് മാറ്റണം, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ഹോൺ സ്വിച്ച് ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ്, ലേഡീസ് ഹാൻഡിൽ, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ട് നമ്മൾ ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഉരച്ചിൽ സൗണ്ട് വരുന്നത് ഈ മൺകാട് ബ്രാക്കറ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ ചെന്ന് ഇടി കൊണ്ടിട്ട് ഒന്ന് ചെരിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഗട്ടറിൽ ചാടുമ്പോൾ ടയറുമ്പോൾ ടച്ച് ആവുന്ന സൗണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ അഴിച്ച് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ നമുക്ക് കിടക്കണം. വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്ത് നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ വേരിയേറ്റർ ബോഡി, ക്ലച്ച് യൂണിറ്റ്, അതേപോലെ ബെൻഡെക്സ്, ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആണോ എന്ന് കണ്ടീഷൻ ആണോ എന്നുള്ള ദിവസം നമുക്ക് അറിയണം. ക്ലച്ച് ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് സൈഡ് അഴിക്കണേ. നമ്മൾ ബെൽറ്റ് ചെക്ക് ചെയ്യുമ്പോൾ കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ നമുക്കിപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് സർവീസിൽ നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെക്ക് ചെയ്യണേ. അപ്പോൾ കൂടുതൽ കംപ്ലയിൻറ്റ് തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് ബെൽറ്റ് മാറ്റിയിടാം. അപ്പോൾ നോക്കിയിട്ട് മതി, ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് വെച്ച് നോക്കുമ്പോൾ നിലവിലൊരു തേയ്മാനം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതും ഇപ്പോൾ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല, മാക്സിമം യൂസ് ചെയ്യാം. റോളറിന് കാര്യമായിട്ട് പ്രോബ്ലം ഇല്ല. ഈ വേരിയേറ്റർ ബോഡിയും ഈ പറയുന്ന ബോസ് ഡ്രൈവാണ് ചെറിയൊരു പ്ലേ കാണിച്ച് തുടങ്ങിയേക്കണം കേട്ടോ. അടുത്ത സർവീസിൽ നമുക്ക് നോക്കാം. കൂടുതൽ പ്രശ്നം കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ ഈ രണ്ടും ഇത് മാറ്റേണ്ടതായിട്ട് വന്നേക്കും. പിന്നെ നമ്മളതിൻ്റെ ബെൻഡെക്സിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തു, വർക്കിംഗ് ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ക്ലച്ചിൽ നോർമൽ തേയ്മാനമാണ്. ബെൽറ്റിൻ്റെയൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് വന്ന തേയ്മാനമാണ്. വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപയോഗം അനുസരിച്ച് വരുമ്പോൾ വന്ന തേയ്മാനമാണത്. തീരെ മോശം അവസ്ഥയിലേക്കൊന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തൽക്കാലം റീസെറ്റ് ചെയ്യാം. ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ബെൽറ്റിൻ്റെയും ആ വീലിൻ്റെയും കംപ്ലയിൻറ്റ് കേട്ടോ. കംപ്ലയിൻ്റ് എന്ന് പറയാനില്ല, സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. പിന്നെ അതേ നമ്മൾ ഈ പറഞ്ഞ രീതിയുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. വേറെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കാർബറേറ്റർ നമുക്ക് ക്ലീനിങ് ഡേയ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഓടിച്ചു നോക്കുന്ന സമയത്തായാലും വേറെ കംപ്ലയിൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാർബറേറ്റർ നമ്മൾ തൽക്കാലം അഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ആണ്. അത് അത്യാവശ്യം ഓവലായി തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് കൈയോടൊന്ന് മാറ്റിയിട്ടേക്കാം. ലിങ്കിൻ്റെ ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ലൈനർ കിടക്കണേ, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം നല്ല ടയർ കിടക്കുന്നത്. വീൽ ബെയറിങ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കോൺസെപ്റ്റിൻ്റെ ഭാഗം നോക്കുമ്പോൾ കോൺസെപ്റ്റ് ചെറിയൊരു ടൈറ്റ് പോലെ തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം വേറെ പ്രോബ്ലം ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. 12.7 ഇഞ്ചാണ് ഇപ്പോഴത്തെ നിലവിലെ വോൾട്ട് കാണിക്കണേ. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 8.4 ഇഞ്ചിലേക്ക് വരുന്നുണ്ട്. 8.5 വോൾട്ടിൽ താഴേക്ക് വരുമ്പോഴത്തേക്ക് അതൊരു കംപ്ലയിൻസ് ആയിട്ട് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ലോഡ് കൊടുക്കുന്ന സമയത്ത് 8.4 ഇഞ്ച്. അപ്പോൾ ആ ബോർഡർ ലൈനിലാണ് ഇപ്പോൾ നിൽക്കുന്ന സംഭവം കേട്ടോ. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻ്റൊക്കെ കാണിച്ചിട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ നിലവിൽ ഞാനത് ഒന്ന് ടെസ്റ്റ് ചെയ്തു എന്നുള്ളൂ കേട്ടോ, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഓയിൽ നമുക്ക് മാറ്റേണ്ട ഒരു ടൈം ആയിട്ടൊന്നുമില്ല. നല്ല ഓയിലാണ് കിടക്കണേ. ഏകദേശം നമുക്കൊരു 750-800 കിലോമീറ്ററൊക്കെ ആയിട്ടുള്ളൂ നിലവിൽ ഓടിയിട്ടേ. അപ്പോൾ ഓയിൽ കിലോമീറ്റർ ആയിട്ട് മാറ്റിയാൽ മതി. നമുക്കിപ്പോൾ സർവീസ് ഈ പറഞ്ഞ പോലെ 4 മാസം കൂടുമ്പോഴാണ് നമുക്ക് സർവീസിൻ്റെ പീരീഡ് വരാം. പക്ഷേ ഓയിൽ ചേഞ്ച് നമുക്ക് ആ സമയത്ത് ചെയ്യണമെന്നില്ല. കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ചില വണ്ടികൾ ഈ 4 മാസത്തിന് മുമ്പേ വണ്ടി നല്ല ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ കിലോമീറ്റർ ആവും ഓയിൽ ചേഞ്ചിൻ്റെ. അപ്പോൾ അവിടെ നമ്മൾ കിലോമീറ്ററാണ് മാനദണ്ഡമായിട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു സർവീസ് ചെയ്തു വരുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ തരാം കേട്ടോ. ഏകദേശം നമുക്കൊരു 5 മണി 5:30 ആവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട് എസ്റ്റിമേറ്റ് കൂടി നോക്കി കഴിയുമ്പോൾ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.